ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിൻ്റെ 2024 ഫെബ്രുവരിയിൽ നടന്ന ദുറൂസുൽ ഇസ്ലാം 1 മുതൽ 10 വരെയുള്ള പാഠഭാഗങ്ങളുടെ ദുറൂസുൽ ഇസ്ലാം 1 എന്ന് പറഞ്ഞ എക്സാമിൻ്റെ ചോദ്യപേപ്പറാണിത്. മുമ്പ് ആൻസർ മാത്രമായിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ എക്സാമുകൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തു ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു നന്നായിട്ടുള്ള വീഡിയോ റിവിഷനായിട്ട് ചെയ്യാൻ പറഞ്ഞു. ദുറൂസുൽ ഇസ്ലാം 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യപേപ്പർ എക്സാമിന് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവിഷനായിട്ടുള്ള ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് നേരത്തെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ഈ വർഷം ചോദ്യപേപ്പറിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ മാതൃകയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഈ വർഷം പരീക്ഷയ്ക്ക് വന്നത്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കുക. നമ്മൾ പാഠഭാഗങ്ങൾ ബേസ് വെച്ചിട്ട് 2ഉം 3ഉം പാഠങ്ങൾ വെച്ചിട്ട് അതിൽ നിന്നുള്ള ചോദ്യപേപ്പർ വരെ തയ്യാറാക്കിയിട്ടുള്ള മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. എക്സാമിന് വേണ്ടിയിട്ട് അതൊക്കെ എടുത്ത് ഉപയോഗിക്കുക. പ്ലേലിസ്റ്റ് എടുത്തിട്ട് കാണുക. എടുക്കാൻ അറിയാത്തവരൊന്ന് എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ പ്ലേലിസ്റ്റ് അയച്ചുതരാം. 82 89 89 29 85 ആ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. 1 മുതൽ കോളത്ത് ശരി ഇടപ്പെടുത്താനാണ്. മസ്ജിദുൻ നബവിയിലെ നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം. മസ്ജിദുൻ നബവിയിലെ നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? അപ്പം 1000 മടങ്ങ് പ്രതിഫലമാണ് മസ്ജിദുൻ നബവിയിൽ നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം. അപ്പോൾ 1000 മടങ്ങ് എന്നത് നമുക്കവിടെ ശരിയടയാളപ്പെടുത്താം. അടുത്തത്, ഉസ്താദിൻ്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഒരിക്കലും കാൽ നീട്ടിയിരുന്നില്ല. ആരായിരുന്നു? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഉസ്താദുമാരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉസ്താദ് മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു നിസ്കാരവും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ഞങ്ങളുടെ വീടുകൾക്കിടയിൽ 7 തെരുവുകളുടെ അകലമുണ്ട്. എങ്കിലും ഉസ്താദിൻ്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഞാൻ ഒരിക്കലും കാല് നീട്ടാറില്ല എന്ന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത്, ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഫലസ്തീനിൽ എത്തിച്ചു. ആരാണ്? യമനിലെ സബയിലുള്ള ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം നിമിഷ നേരം കൊണ്ട് ഫലസ്തീനിൽ എത്തിച്ചത് ആരായിരുന്നു? ആസഫ് ബിനു ബർഹിയ എന്ന മഹാനാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ സദസ്സിലെ വേദപണ്ഡിതനാണ്. വേദം പഠിച്ചൊരു പണ്ഡിതനാണ് ആസഫ് ബിനു ബർഹിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹം യമനിലെ സബയിലുള്ള ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം നിമിഷ നേരം കൊണ്ട് ഫലസ്തീനിലുള്ള സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൊട്ടാരത്തിലെത്തിച്ചു. കറാമത്തിലൂടെയാണ് അത് എത്തിച്ചത്. ഫലസ്തീനിലേക്ക് സബയിൽ നിന്ന് 2050 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇത് മാജിക്ക് കൊണ്ടല്ല, കറാമത്ത് കൊണ്ടാണ്. അടുത്ത 4ാമത്തെ ചോദ്യം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും. എന്ത് കാരണമാണ്? രിദ്ദ. 3 ഇനം എന്തൊക്കെയാണ്? മനസ്സുകൊണ്ടുള്ള രിദ്ദ, പ്രവൃത്തി കൊണ്ടുള്ള രിദ്ദ, വാക്കുകൊണ്ടുള്ള രിദ്ദ. ഇങ്ങനെ 3 ഇനുണ്ട്. അതിൽ ഖുർആൻ മലിനമാക്കൽ എന്താണ്? പ്രവൃത്തി കൊണ്ടുള്ള രിദ്ദയാണ്. അപ്പോൾ ഇവിടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണം ഖുർആൻ മലിനമാക്കലാണ്. അപ്പോൾ നമുക്കത് ശരിയടയാളപ്പെടുത്താം. അടുത്ത 5ാമത്തത്, മകൻ ഫാത്തിഹ പഠിച്ചതിന് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഉസ്താദിന് പാരിതോഷികം നൽകി. എത്രയായിരുന്നു? 500 ദിർഹം. മകൻ ഹമ്മാദിനെ ഫാത്തിഹ പഠിപ്പിച്ചതിന് ഉസ്താദിന് 500 ദിർഹം പാരിതോഷികം നൽകി ഇമാം അബൂ ഹനീഫ. മകൻ ഹമ്മാദാണ് അബൂ ഹനീഫ 500 ദിർഹം പാരിതോഷികം നൽകി ഉസ്താദിന്. അടുത്തത്, മണ്ണ് എന്നാണ് അർത്ഥം. അർത്ഥത്തിന് തീനാണ്. നിങ്ങളെ മീ വസലാത്തി എന്ന പാഠത്തിൽ ജുറൈസ് റളിയല്ലാഹു അൻഹു മണ്ണിനാലുള്ള ഒരു മഠം നിർമ്മിക്കുന്നുണ്ട്, ടെൻറ്റ്. ആ പാഠത്തു നിന്നാണ് തീൻ എന്ന വാക്ക് വന്നത്.
അപ്പോൾ ഇതുപോലെ ഇനി പരീക്ഷയ്ക്ക് പഠിക്കുന്നവർ ഇതുപോലുള്ള മറ്റു പദങ്ങളൊക്കെ ഉണ്ട്. അറബി പാഠത്തിൽ നിന്നാണ് ഇങ്ങനെ കൂടുതലും അർത്ഥം എഴുതാൻ വരുന്ന വേർഡ്സുകൾ വരല്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. അടുത്തതിന് ചേരുംപടി ചേർക്കാനാണ്. 1. ഔസുൽ ആലം എന്ന പേരിൽ പ്രസിദ്ധനായി. ആരാണ്? ഷൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അപ്പം അതിൻ്റെ നമുക്കവിടെ എഴുതി കൊടുക്കാം. ഷൈഖ് ജീലാനി ഔസുൽ ആലം എന്ന പേരിൽ പ്രസിദ്ധനായത്. അബ്ദുൽ ഖാദിരി ജീലാനി ഔലിയാക്കളുടെ നേതാവായി മാറി ഔസുൽ ആലം എന്ന പേരിൽ പ്രസിദ്ധനായി. മനസ്സിലാക്കുക. അടുത്തത് കൂഫയിൽ ജനിച്ചു. ആരാണ് കൂഫയിൽ ജനിച്ചത്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൂഫയിൽ ജനിച്ചു. അടുത്തത് ഖുർആൻ കേട്ട് മനസ്സ് മാറി തൗബ ചെയ്തു. ആരായിരുന്നു? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. അതിൻ്റെ ഡി എഴുതാം. ഖുർആൻ കേട്ട് മനസ്സ് മാറി തൗബ ചെയ്തത് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. അടുത്തത് അക്കീദയിലെ നമ്മുടെ ഇമാമ്. അക്കീദയുടെ ഇമാമുമാർ നമ്മൾ പാഠത്തിൽ അസ്അരി ഇമാമും മാതുരിദി ഇമാമും പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ വന്നത് ഇമാം അസ്അരി റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിൻ്റെ ബി നമുക്കവിടെ എഴുതി കൊടുക്കാം. അക്കീദയുടെ ഇമാമുമാരെ അസ്അരി മാതുരിദി ഇങ്ങനെ 2 പേരുകളാണ് നമ്മൾ പാഠത്ത് പഠിച്ചത്. മനസ്സിലാക്കാം. അടുത്ത മദീനയിൽ ജനിച്ചത് ആരാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മദീനയിലാണ് ജനിച്ചത്. അപ്പം അതിൻ്റെ സി എഴുതാം. മനസ്സിലാക്കുക. അടുത്തത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ ഡാഷ് ധരിക്കണം. സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ ഹിജാബ് ധരിക്കണം. ഹിജാബ്. അപ്പോൾ അത് എഴുതാം. അടുത്തത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം ഖുർആനാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം ഖുർആനാണ്. അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി മനസ്സ് ശുദ്ധമാക്കണം. മുർത്തദ്ദായാൽ ശാശ്വതമായ നരകമാണ് ശിക്ഷ. ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. മുർത്തദ്ദായാൽ ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. അടുത്തത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഡാഷിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. എവിടെയാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജന്നത്തുൽ ബഖീയിലാണ് വിശ്രമം കൊള്ളുന്നത്. ജന്നത്തുൽ ബഖീയിൽ ഹിജ്റ 179 റബീഉൽ അവ്വലിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായി. ജന്നത്തുൽ ബഖീയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മനസ്സിലാക്കുക. അടുത്തത് പണ്ഡിതന്മാരെ കുറ്റം പറയൽ ഡാഷിന് കാരണമാകും. എന്താണ്? സർവനാശത്തിന് കാരണമാകും. പണ്ഡിതന്മാരെ കുറ്റം പറയൽ സർവനാശത്തിന് കാരണമാകും. നീ ആരെയും കുറ്റം പറയരുത്. പണ്ഡിതന്മാരെ ഒരിക്കലും ഈബത്ത് പറയരുത്. മറന്നുപോലും അങ്ങനെ വരരുത്. അവരുടെ മാംസത്തിൽ വിഷമുണ്ട്. മറന്നു വിഷം കഴിച്ചാലും ശരീരത്തിന് നാശം സംഭവിക്കും. മനസ്സിലാക്കുക. ഉലമാക്കളെ കുറ്റം പറയരുത്. അവരെ ഈബത്ത് പറയരുത്. അത് സർവനാശത്തിന് കാരണമായി തീരും. മനസ്സിലാക്കുക. അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. തൗബയുടെ ഷർത്തുകൾ എത്ര? തൗബയുടെ ഷർത്തുകൾ 4 ആണ്. 4. അടുത്തത് 4 മദ്ഹബുകളിൽ 1 പിൻപറ്റുന്നതിൻ്റെ വിധി. 4 മദ്ഹബുകളിൽ 1 പിൻപറ്റൽ നിർബന്ധമാണ്. അപ്പം നിർബന്ധം എന്ന് എഴുതാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു രചിച്ച ഹദീസ് ഗ്രന്ഥത്തിൻ്റെ പേര്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഗ്രന്ഥമാണ് മുവത്ത. ഹദീസിൽ വിരചിതമായ ആദ്യത്തെ ഗ്രന്ഥമാണ് മുവത്ത. മനസ്സിലാക്കുക. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ. അടുത്തത് എല്ലാ സൽക്കർമ്മങ്ങളും നശിപ്പിക്കുന്ന ദോഷം എന്താണ്? എല്ലാ സൽക്കർമ്മങ്ങളെയും അത് നശിപ്പിക്കും. ഏത്? റിദ്ദ. അവർക്ക് ശാശ്വത നരകവാസമാണ് ശിക്ഷ. അടുത്തത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായ ഹിജ്റ വർഷം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായ ഹിജ്റ വർഷം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹിജ്റ 150 വഫാത്തായത്. ഹിജ്റ 150. അധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജയിലിലടക്കപ്പെട്ടു.
പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജയിലിലടക്കപ്പെട്ടു. നിരന്തര പരീക്ഷണങ്ങൾക്കിടയിൽ ഹിജ്റ 150 അദ്ദേഹം വഫാത്തായി. മനസ്സിലാക്കുക. മൻ അബൂക്ക എന്ന് ജുറൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യത്തിന് കുട്ടി പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഫുലാനുൻ റായി, ആട്ടിടയനാണ് എൻ്റെ പിതാവ് എന്ന്. നിന്റെ പിതാവ് ആരാണെന്ന് കുട്ടിയുടെ വയറിൽ തട്ടിക്കൊണ്ട് ജുറൈസ് റളിയല്ലാഹു അൻഹു കുട്ടിയോട് ചോദിച്ചു. മൻ അബൂക്ക. അപ്പൊ കുട്ടി എന്താ മറുപടി പറഞ്ഞത്? ഫുലാനുൻ റായി. അതെഴുതാം. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ് കറാമത്ത്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത്. അടുത്തത്, സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങളും പീഡനങ്ങളും കൂടി വരാൻ പ്രധാന കാരണം എന്താണ് കാരണം? നിങ്ങളെ 14-ാമത്തെ പേജിൽ, നിങ്ങളെ 2-ാമത്തെ ചാപ്റ്ററിൽ 14-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. എന്താണ്? ഇസ്ലാമിക നിയമം അവഗണിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങുകയും മാന്യതയില്ലാത്ത വേഷങ്ങൾ ധരിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇസ്ലാമിക നിയമം അവഗണിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങുകയും മാന്യതയില്ലാത്ത വേഷങ്ങൾ ധരിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അടുത്തതെന്താണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ അടക്കാൻ കാരണം എന്താണ് കാരണം? അധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തത് കാരണമാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ അടക്കാൻ കാരണം. അടുത്തത്, അറിവ് തേടി പുറപ്പെടുന്നവർക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അറിവ് തേടി പുറപ്പെടുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അറിവ് അല്ലാഹു തആലയുടെ പ്രകാശമാണ്. അറിവ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വലിയ മഹത്വമുണ്ട്. അറിവ് തേടി പുറപ്പെടുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. പണ്ഡിതന് വേണ്ടി ആകാശഭൂമിയിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. മനസ്സിലാക്കുക. അടുത്തതെന്താണ്? സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഉത്തമമായ സ്ഥലം ഏത്? സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഉത്തമമായ സ്ഥലം വീടിൻ്റെ ഉള്ളറയാണ്. ഉമ്മു ഹുമൈദിന് സഅദിയ്യ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, സ്ത്രീകൾക്ക് വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമെന്ന്. മനസ്സിലാക്കുക. അടുത്തത്, ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. എങ്ങനെയാണ് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുക? മിഫ്താഹു ത്വാ എന്ന പാഠത്തിൽ പറയുന്നുണ്ട്. ആരാധനയുടെ താക്കോല് തൗബ എന്ന പാഠത്തിൽ പറയുന്നുണ്ട്. നിസ്കാരം, നോമ്പ് പോലുള്ള ഇബാദത്തുകൾ കൊണ്ട് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. നിസ്കാരം, നോമ്പ് പോലുള്ള ഇബാദത്തുകൾ കൊണ്ട് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത്, ആരാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്? ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും ചര്യ പിന്തുടരുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും ചര്യ പിന്തുടരുന്നവരാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്. എൻ്റെയും എൻ്റെ സഹാബികളുടെയും ചര്യ അനുധാവനം ചെയ്യുന്നവരാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എൻ്റെ സമുദായം 73 വിഭാഗങ്ങളാകും. അതിലൊരു വിഭാഗം ഒഴികെ എല്ലാവരും നരകത്തിലാണ്. ആ വിഭാഗം ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, എൻ്റെയും എൻ്റെ സഹാബികളുടെയും ചര്യ അനുധാവനം ചെയ്യുന്നവരാണ്. അവരാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാ. മനസ്സിലാക്കുക. ഇനി കുറിപ്പ് എഴുതാനാണ്. 5 വരിയിൽ കുറയാതെ എഴുതണം. എന്താണ്? ഇൽമു പഠിക്കൽ എന്നതിനെ കുറിച്ചിട്ട്. 6-ാമത്തെ പാഠം, നൂറുല്ലാഹി തആല. അറിവ് അല്ലാഹു തആലയുടെ പ്രകാശമാണ്. അറിവ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വലിയ മഹത്വമുണ്ട്. അറിവ് തേടി പുറപ്പെടുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. പണ്ഡിതന് വേണ്ടി ആകാശഭൂമികളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. ഈ മഹത്വം ലഭിക്കാൻ അദബുകൾ പാലിക്കണം. തെറ്റു ചെയ്യുന്നവർക്ക് അല്ലാഹു തആലയുടെ നൂറ് ലഭിക്കുകയില്ല. അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി മനസ്സ് ശുദ്ധമാക്കണം.
പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലണം. മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ദുആ ചെയ്യണം. പഠിച്ചതനുസരിച്ച് ജീവിക്കണം. എന്നാൽ മാത്രമേ അത് ഉപകാരപ്പെടുകയുള്ളൂ. പരലോകത്ത് ഉപകാരം ലഭിക്കേണ്ട അറിവ്, ദുനിയാവിലെ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കരുത്. ഇൽമ് ഉപകാരപ്പെടാൻ ഉസ്താദുമാരെയും ഉലമാക്കളെയും ബഹുമാനിക്കണം. അപ്പോൾ അതൊക്കെ ചേർത്ത് 5 വരിയിൽ കുറയാതെ എഴുതണം. അടുത്തത് എന്താണ്? അച്ചടക്കമുള്ള സ്ത്രീകൾ എന്നതിനെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തെ പാഠഭാഗത്ത് പറയുന്നുണ്ട്, സ്ത്രീ വീടിൻ്റെ വിളക്കാണ്, വീടിൻ്റെ ഐശ്വര്യമാണ്. അതിനാൽ അത്യാവശ്യത്തിന് മാത്രമേ പുറത്തു പോകാവൂ. പുറത്തു പോകുമ്പോൾ ഹിജാബ് ധരിക്കണം. ഭർത്താവോ മഹറമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ്. പുരുഷന്മാരെ ആകർഷിക്കും വിധം സൗന്ദര്യം പ്രദർശിപ്പിച്ചോ ആകർഷകമായ വസ്ത്രങ്ങൾ ധരിച്ചോ അവൾ പുറത്തിറങ്ങരുത്. പുരുഷന്മാരുമായി ഇടകലരുന്ന സാഹചര്യം ഉണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? നിങ്ങൾ പുരുഷന്മാർക്ക് പിന്നിൽ നടക്കുക, വഴി മധ്യത്തിലൂടെ നടക്കരുത്, അരികിലൂടെ നടക്കുക. അപ്പോൾ എത്ര എഴുതി? നമുക്ക് ആ 5 വരിയും പൂർത്തിയാക്കാം. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള പാഠഭാഗത്തിൽ നിന്നാണ് ദുറൂസുൽ ഇസ്ലാം 1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചോദ്യപേപ്പർ വന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ പാഠഭാഗത്തിൽ നിന്നും 5 വരിയിൽ കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ പാഠഭാഗം മനസ്സിലാക്കി പഠിക്കണം. ഒന്നാമത്തെ പാഠത്തിൽ കറാമത്തിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി പഠിക്കണം. മറിയം ബീവിയുടെ കറാമത്തും അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൊട്ടാരത്തിലേക്ക് ആസഫുനും ബറഹിയ സിംഹാസനം കൊണ്ടുവന്നതിനെ കുറിച്ചിട്ടും 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാൽ മനസ്സിലാക്കി എഴുതാൻ കഴിയണം. രണ്ടാമത്തത് സ്ത്രീയുടെ അച്ചടക്കം, അതിനെക്കുറിച്ചിട്ടും പിന്നെന്താണ്, സ്ത്രീ വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കുന്നതിനെ കുറിച്ചിട്ടും 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാൽ എഴുതാൻ കഴിയണം. പിന്നെ ഇമാമുൽ ആളമിനെ കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ ഇതുപോലെ 5 വരിയിൽ കുറയാതെ എഴുതാൻ കഴിയണം. അതുപോലെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉസ്താദിനെ ബഹുമാനിച്ചതിനെ കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ മനസ്സിലാക്കി എഴുതാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് വല്ല ആവശ്യവും വന്നാൽ 2 റക്അത്ത് നിസ്കരിച്ച് ഞാൻ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിനരികിൽ ചെന്ന് ഇമാമിനെ തവസ്സുലാക്കി ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ ബിദായത്തു ദർസ് എന്ന അറബി ചാപ്റ്ററിൽ നിന്ന് സമയങ്ങളെ കുറിച്ചിട്ടും അതുപോലെ അതിൻ്റെ തദ്രീബാത്തിൽ വന്ന അറബി മീനിങ്ങുകളിൽ ഇസ്തിറാഹ വിശ്രമം, മുഖ്തബർ, ലാബ് അങ്ങനത്തെ അറബി മീനിങ്ങുകളൊക്കെ പഠിക്കുക. പിന്നെ തുഹ്ബിത്തുൽ അമാൽ ആ പാഠത്തുനിന്ന് റിദ്ദയെ കുറിച്ചിട്ട്, റിദ്ദ 3 ഇനാണ്, 3 ഇനം റിദ്ദകളും റിദ്ദയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി എഴുതാൻ കഴിയുന്ന രീതിയിൽ ആ പാഠഭാഗം മനസ്സിലാക്കി പഠിക്കുക. പിന്നെ നൂറുല്ലാഹി തആല അതിൽ നിന്നാണ് ഇൽമിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ് അതുപോലെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. നബിമാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ, മനസ്സിലാക്കുക. ഇമാം ദാരിൽ ഹിജ്ർ എന്നറിയപ്പെട്ടത് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ആണ്. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ആണ്. ദീർഘകാലം മദീനയിൽ ദർസ് നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്രകാരം പേര് ലഭിച്ചത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചിട്ടും അദ്ദേഹം മദീനയിലാണ് ജനിച്ചത്, പൂർണ്ണനാമം, അതൊക്കെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ കഴിയണം. ജുറൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ എന്താണ് ദുആ ചെയ്തത്? അല്ലാഹുമ്മ ലാ തുമിത്ഹു ഹത്താ യൻദുറ ഇലാ വുജൂഹി മൂമിസാത്ത്. അത് മനസ്സിലാക്കുക. ജുറൈസ് റളിയല്ലാഹു അൻഹു എന്താണ് നിർമ്മിച്ചത്? ഫത്തഹദ സൗമാതക, ഒരു മഠം ടെൻറ്റ് നിർമ്മിച്ചു. നിസ്കരിക്കാനായിട്ട് ഒരു ടെൻറ്റ് നിർമ്മിച്ചു. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള പാഠഭാഗത്തിൽ തദ്രീബാത്തിൽ വന്ന ചോദ്യങ്ങൾ അതിനെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതിൽ അറബി വേർഡ്സും മീനിങ്ങും ചെറിയ വേർഡ്സുകളൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് എഴുതാൻ വന്നാൽ 9ാമത്തെ പാഠഭാഗം മനസ്സിലാക്കിയിട്ട് 4 ഇമാമുകാരെ കുറിച്ചിട്ടും അവരുടെ മദ്ഹബുകളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കി നമുക്ക് ആ പാഠഭാഗം മനസ്സിലാക്കി എഴുതാൻ കഴിയണം. 10ാമത്തെ പാഠത്ത് തൗബയെ കുറിച്ചിട്ട്, തൗബയുടെ റുക്കുനുകൾ 4 അതൊക്കെ മനസ്സിലാക്കുക. തൗബയെ കുറിച്ചിട്ടും ഫുളൈൽ റളിയല്ലാഹു അൻഹു ഇനി മാനസാന്തരം ഉണ്ടായതും തൗബ ചെയ്തതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ദുറൂസുൽ ഇസ്ലാം 1 എന്ന ഈ ചോദ്യപേപ്പറിലുള്ളത്. അപ്പോൾ
ഇനി പഠിക്കുന്നവരെ ഇത്രയും ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.